Watch full episodes on Jio Hotstar. മോട്ടുവിനെയും പത്തുവിനെയും ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും. പത്തുലു, അവിടെ നിന്നാണ് നമുക്ക് ചിരിയുടെ ശബ്ദം കേൾക്കുന്നത്. വേഗം വരൂ. വരൂ മോട്ടു പത്തുലു, വരൂ. അഭിനന്ദനങ്ങൾ. കോഹിനൂർ എടുത്തോണ്ട് ഞാനിപ്പോ അങ്ങോട്ട് പോകും. എന്നിട്ട് നിങ്ങളായിരിക്കും പിടിക്കപ്പെടുന്നത്. റെസ്റ്റോറന്റിൽ വെച്ച് ഫോണിൽ സംസാരിച്ച് നീ ഞങ്ങളിവിടെ വിരിച്ചു വരുത്തിയത് ഒരു ട്രാപ്പ് ആയിരുന്നു അല്ലേ? അതെന്റെ ഒരു ട്രാപ്പായിരുന്നു. ആദ്യത്തെ എന്റെ പ്ലാൻ നിങ്ങൾ ഫെയിലാക്കിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്ലാൻ ചെയ്തത്. ഞാനിത് മോഷ്ടിക്കുമെന്നും നിങ്ങളെ ഇതിൽ ഞാൻ പെടുത്തുമെന്നും. നമ്മുടെ കാലം ഐസിൽ കുടുങ്ങിപ്പോയല്ലോ. നമ്മളും ഇപ്പൊ ഐസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഒരിക്കലും ഇതുവരെ ഐസ് കട്ടിയായി മാറിയിട്ടേ. പോലീസ് നമ്മളെ പിടിക്കും. ഈ ഡോക്ടർ ഡിസ്ട്രോയർ നമ്മളെ പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു ട്രാപ്പായിരുന്നു. അതെ, ഞങ്ങൾ അങ്ങനെ വിട്ടിട്ട് പോകരുത്. ഞാനെങ്ങനെ നിന്ന് പോയത്? താഴേക്ക് വാ, താഴേക്ക് വാ. എന്നെ വിട്. Leave me. Leave me. വിടാനാ പറഞ്ഞത്? വിടാനാ ഞാൻ പറഞ്ഞത്? മര്യാദയ്ക്ക് എന്റെ കാലുകൾ വിട്. എന്നെ വിടാനാ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഓട്. വിടന്നെ. വിടില്ലല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ഡോക്ടർ ഡിസ്ട്രോയർ, ഞങ്ങളെ ഒന്ന് താഴേക്ക് ഇറക്കൂ. Right on time. കണ്ടോ അവരെങ്ങനെ ഞാൻ പറ്റിച്ചെന്ന്? ബൈ ബൈ മോട്ടു പത്ലു. അവര് കാണാതെ ഒളിച്ചിരിക്കുക. ഒരു സ്ഥലം പോലും വിടരുത്. എല്ലാവരുടെയും സെർച്ച് ചെയ്യ. യെസ് സർ. ചേടാ, ഈ ഗാർഡ്സ് എങ്ങനെയാ ഫ്രീസ് ആയത്? നമുക്ക് ആദ്യം ഇവരുടെ ദേഹത്ത് നിന്ന് ഈ ഐസ് പൊളിച്ചു മാറ്റാം. അതെ അതെ, കമോൺ. കണ്ടുകൊണ്ടുപോയി. ആരോ പാലസിൽ വന്ന് ഞങ്ങളെയൊക്കെ പറ്റിച്ച് ആ ഡയമണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഡോക്ടർ ജട്ക, ആ ഫ്ലൈയിങ് ഹെൽമെറ്റ്സ് എടുക്കൂ. നമുക്ക് പറന്ന ആ കാറിന് പുറകെ പോയി ഡോക്ടർ ഡിസ്ട്രോയറിനെ പിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ കളവ് ചെയ്തത് അവര് നമ്മളാണെന്ന് പറയും. അതെന്താ അവിടെ ഒരു ശബ്ദം? ആരാ അവിടെ? ആരാന്ന്? നിക്ക് ഓഫീസേഴ്സ്, അവരെ പിടിക്ക്. അവര് വാലിയിലേക്കാണ് പോകുന്നത്. ഞാൻ അവരെ പിന്തുടരാം. നിങ്ങൾ ഇവിടെ നോക്കിക്കോ. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ വാലി ക്രോസ് ചെയ്യണം. എങ്കിൽ പിന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഇതാണോ നിങ്ങളുടെ പ്ലാൻ? പറന്നു പോവുകയാണോ? അവരെ അറ്റാക്ക് ചെയ്യുക. യെസ് സർ. നമ്മളെ കൊണ്ട് പറക്കാനാവില്ല. ഇനി എന്ത് ചെയ്യൂ? നമ്മുടെ കഥ തീർന്നു. ഓഫീസേഴ്സ്, അത് അവരവിടെയുണ്ട്. വരൂ, നമുക്ക് അവരെ പിടിക്കാം. അങ്ങോട്ട് നോക്കൂ, പോലീസ് വണ്ടി വരുന്നു. ഡോക്ടർ ജട്ക, എന്തിനു വേഗം ചെയ്യേ. ഞാൻ ഇവരെ തടയാം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. ചേടാ, ഇതെവിടുന്ന് വന്നു? പൊളിക്കടുത്തല്ലോ ചിങ്കം താനെ അവരെല്ലാം നിർത്തേണ്ടത്, അല്ലാതെ നമ്മളെയല്ല.
വരൂ, നമുക്ക് ഒരുമിച്ച് ഓടാം. മര്യാദക്ക് നിക്ക്. അവിടെ നിൽക്കാനല്ലേ പറയുന്നത്. നിക്ക്. എല്ലാവരും ഒരുമിച്ച് ചമ്മിയോ. വീണ് വയ്യാതെയായി മമ്മി. ഓ നോ, അവര് രക്ഷപ്പെട്ടു. വരൂ നമുക്ക് പോകാം. അവരെ പിന്നെ പിടിക്കാം. ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടർ ഡിസ്ട്രോയറിനെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. കേക്ക്. കുറച്ചു ദിവസം നമുക്ക് ഇവിടെ തന്നെ ഒളിച്ചിരിക്കാം. കാര്യങ്ങളൊക്കെ ഒന്ന് തണുക്കുമ്പോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പൊ പോലീസ് നമ്മളെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും. അത് നമ്മുടെ ജീവനോടെ ഇരിക്കണ്ടേ. ഇവിടെ 4 പുറവും അനക്കോണ്ടാസാ. അത് നമ്മളെയാ നോക്കുന്നത്. എനിക്ക് പേടിയാവുന്നു. നമ്മുടെ ചുറ്റിനും ഈ ലേസർ ബീംസിന്റെ കവചം ഉള്ളത്ര നേരം ഈ ആനക്കോണ്ട നമ്മളുടെ അടുത്തേക്ക് വരികയില്ല. എന്റെ അമ്മോ, ഇതൊരു തെറ്റായ പണിയാണ്. നമ്മളിത് ചെയ്യാൻ പാടില്ല. മമ്മി പൊളിച്ചെടുത്തല്ലോ ചിങ്കം സാർ. ഇത് നമുക്കറിയാലോ. കാരണം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടരുത് കേട്ടോ. പക്ഷേ വലിയേട്ട, ഡോക്ടർ ഡിസ്ട്രോയിനെ പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് ചെയ്യണം മോട്ടു. ഓക്കെ 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 ഓക്കെ. എന്റെ ബോസ് എപ്പോഴാ വരുന്നത്? അതെ, ഞാൻ അവനെ കണ്ടു. ഷെടാ, എന്റെ ചങ്കേന്റെ ബ്രോ മോട്ടു, ഈ കെമിക്കല് പുരട്ടിയാൽ നമുക്ക് എല്ലാ ചുമരും പൊളിക്കാൻ കഴിയും. ഞാൻ അവിടെ ഒരു മാർക്കിട്ടിട്ടില്ലേ, അവിടെയാണ് പൊളിക്കേണ്ടത്. ഷെടാ, എന്റെ ചങ്കേന്റെ ബ്രോ മോട്ടു, ഈ കെമിക്കൽ ആ ചുമരിലാണ് പുരട്ടേണ്ടത്, നിന്റെ ദേഹത്തല്ല. ചുമരിൽ പുരട്ടിയതും ചുമര് പൊളിഞ്ഞ് താഴെ വീഴും. അതെ. ഇതൊന്നും നിങ്ങൾ ആദ്യം പറഞ്ഞില്ലല്ലോ വലിയേട്ടാ. എന്നെ നീ പറയാൻ അനുവദിച്ചാലല്ലേ. ഞാൻ പറയുമ്പോഴേക്കും നീ പോയി ചെയ്താലോ. ഭാഗ്യവശാൽ നിന്റെ ദേഹത്തുള്ള കെമിക്കൽ ആ ചുമരിൽ പുരണ്ടിട്ടുണ്ട്. അതെ. നിങ്ങളെന്താ ഇവിടെ? നിങ്ങളെന്തിനാണ് ഈ ഭിത്തിയൊക്കെ പൊളിച്ചത്? ഞങ്ങൾക്ക് വിഷമമുണ്ട്. നീ പിടിക്കപ്പെട്ടത് ഞങ്ങൾ കാരണമല്ലേ, അതുകൊണ്ട്. പക്ഷെ കളവ് നടത്തിയത് ഡോക്ടർ ഡിസ്ട്രോയർ അല്ലേ. നീ ഒരു നല്ല മനുഷ്യനാണ്, ഞങ്ങൾക്കറിയാം. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടിക്കോ. എന്നിട്ട് ഡോക്ടർ ഡിസ്ട്രോയറിനോട് പറ, എത്ര ചീത്ത കാര്യങ്ങൾ ചെയ്താലും നല്ലത് ഒരിക്കലും വരില്ലെന്ന്. എത്രയും പെട്ടെന്ന് പോലീസിന് സറണ്ടർ ആവാൻ പറ. അതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. ഇന്ന് ഞങ്ങളുടെ കാറ് വേണേ കൊണ്ടുപോയിക്കോ. നല്ല മനുഷ്യ. ഓ താങ്ക് യു, താങ്ക് യു. സത്യത്തിൽ നിങ്ങൾ നല്ല ആൾക്കാരായിരുന്നല്ലേ. ഓഫീസേഴ്സ്, അവന്മാരെ പിടിക്കേ. അവന്മാര് പുറത്ത് ചാടുകയാണ്. വേഗം വേഗം ആവട്ടെ. വേഗം വേഗം അവനെ ഫോളോ ചെയ്യേ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ബോസ് എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും. ഞാൻ വരുന്നു ബോസ്. അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്നെ. ഓക്കെ ബോസ്. അയ്യോ ഇതെന്തെന്നാ വരുന്ന അച്ഛാ. നീ എന്റെ അമ്മയുടെ ശത്രു എന്തിനാണ് ആകുന്നത്?
എന്ത് നിന്റെ മമ്മിയുടെ ശത്രുവോ? അതിന് നിന്റെ മമ്മീനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. എന്റെ അമ്മ ഒത്തിരി വയസ്സായ സ്ത്രീയാ, ഒത്തിരി അസുഖങ്ങളുമുണ്ട് അവർക്ക്. അവരുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു കോഹിനൂർ ഡയമണ്ട് കാണുക എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ കോഹിനൂർ ഡയമണ്ട് ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുതരാം നിങ്ങൾക്ക്. എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എനിക്ക് സാധിക്കാതെ പോകുമല്ലോ എന്ന് ഓർക്കുമ്പോ വിഷമം. ഞാൻ ഒത്തിരി മോശമായ ഒരു മകനാണ്. ഞാൻ ഒത്തിരി മോശമായ ഒരു മോനാണ്. കരയരുത്, കരയരുത്. മമ്മി, ഡോക്ടർ ഡിസ്ട്രോയർ, എനിക്കറിയില്ലായിരുന്നു നിന്റെ മമ്മിക്ക് വേണ്ടിയാണ് നീ രത്നവും കൊണ്ടുപോകുന്നതെന്ന്. സോറി. മമ്മിയുടെ ആഗ്രഹം എപ്പോഴും സാധിച്ചു കൊടുക്കണം. ഇന്ന് രത്നം കൊണ്ടുപോയിക്കോ, എന്നിട്ട് മമ്മിയെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഓക്കേ? നീ ഒത്തിരി നല്ലൊരു മനുഷ്യനാണ്. ഒരു പക്ഷേ ഇവിടത്തെ എല്ലാ ആൾക്കാരും നിന്നെ പോലെ നല്ലവരായിരുന്നെങ്കിൽ നിന്നെ പോലൊരു മനുഷ്യനെ ഈ ലോകത്തിൽ കാണാൻ സാധിക്കില്ല. എന്റെ അമ്മയ്ക്ക് ഈ കോഹിനൂർ ഡയമണ്ട് കാണിച്ചിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം കേട്ടോ. ബൈ 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 ബൈ. അതേ മോട്ടു, ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? അവൻ എന്തിനാ നിന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹം കാണിച്ചത്? അവന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, അവർക്കാണെങ്കിൽ നല്ല പ്രായമുണ്ട്. അവരുടെ അവസാനത്തെ ആഗ്രഹം മാത്രമേ കോഹിനൂർ രത്നം കാണണമെന്ന്. അതുകൊണ്ടായിരുന്നു ആ പാവ മനുഷ്യൻ ഇത്രയും കാലം രത്നം മോഷ്ടിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഞാനൊരു വില്ലനായി മാറി അവന്റെ ആഗ്രഹങ്ങളൊക്കെ തവിട് പൊടിയാക്കി. അതുകൊണ്ട് ഞാനാണ് അവന് രത്നം കൊടുത്തത്. അവൻ ആ രത്നം അവന്റെ അമ്മയെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് തരും. അതേ മോട്ടു, 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 ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അവൻ നിന്നെ ചീട്ട് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. എന്റെ ചങ്കെ മോട്ടു, നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. എനിക്കിപ്പോ മനസ്സിലായി, എന്നെ അടിക്കല്ലേ, വേണ്ട. മോട്ടു, ഇത് നോക്ക്. എനിക്ക് അവിടുന്ന് ഡോക്ടർ ഡിസ്ട്രോയറിന്റെ ഒരു ഫ്രണ്ടിന്റെ ഫോൺ കിട്ടി. ഇതിൽ അവസാനത്തെ മെസ്സേജ് ഡോക്ടർ ഡിസ്ട്രോയറിന്റെയാണ്. ഇതിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ അകത്തുള്ള വെളിച്ചം നമ്മൾ ഉണർത്തണമെന്ന്. വെറുതെ കിടന്ന് ഉറങ്ങിയാൽ ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഏതെങ്കിലും വാലിയില് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഇത് വല്ല കോഡ് മെസ്സേജ് ആയിരിക്കും. പത്രോ, നീ വന്നേ, നമുക്ക് ഇതിനെ ഡീകോഡ് ചെയ്യാം. സോറി കൂട്ടുകാരെ, വെരി സോറി. എന്റെ ഭാഗത്തു നിന്നാണ് എല്ലാ തെറ്റുകളും സംഭവിച്ചത്. എനിക്കൊരിക്കലും എന്നെ ക്ഷമിക്കുവാൻ പറ്റില്ല. പാവം ചങ്ക് നല്ലോണം വിഷമിച്ചെന്നാ തോന്നുന്നത്. ഈ മെസ്സേജിന്റെ അർത്ഥം എന്തായിരിക്കും? ഉള്ളിലുള്ള വെളിച്ചം ഉണർത്തുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാലിയിൽ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നോ? ബോസ്, നമ്മൾ എത്ര നേരം ഇവിടെ നിൽക്കാൻ പോകുന്നേ? ഓഹോ, എവിടെയാണ് എന്റെ സ്പെഷ്യൽ പ്ലെയിൻ? എന്റെ സ്പെഷ്യൽ പ്ലെയിൻ എന്തുകൊണ്ടാണ് ഇത്ര നേരം വരാഞ്ഞത്? പെട്ടെന്നാകട്ടെ, 1 മിനിറ്റിനകം എന്റെ സ്പെഷ്യൽ പ്ലെയിൻ ഇവിടെ ഉണ്ടാവണം. എവിടെയായിരിക്കുന്ന എന്റെ സ്പെഷ്യൽ പ്ലെയിൻ? അത് ബോസ്, എനിക്ക് വന്നേ, അത് കണ്ടില്ലേ? അത് നല്ല മനുഷ്യൻ ആടെ നിൽക്കുന്നു, ദാ അവിടെ. ഹലോ മോട്ടു, ഇവിടെ നോക്ക്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മോട്ടു, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക്. മോട്ടു, മോട്ടു. മിണ്ടാതിരിക്കുന്നുണ്ടോ? അതിനകത്ത് പോയിരിക്കും. എന്തിനാണ് ബോസ്? പത്തുലു, ഞാനിപ്പോ ഡോക്ടർ ഡിസ്ട്രോയിനെ അവിടെ കണ്ടു. അവന്റെ നമ്മുടെ മുമ്പിലുള്ള ടവറിലുണ്ട്. നീ കോഡ് ഡീകോഡ് ചെയ്തോ? ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവനെ പിടിക്കുന്നതാണ്. മോട്ടു, താഴേക്ക് നോക്ക്. വേഗം ലിഫ്റ്റിൽ പോയി അവനെ പിടിക്കാൻ ശ്രമിക്ക്. ഞാൻ ഇപ്പൊ തന്നെ വരാം. ശരി പത്തുലു. നിക്ക് മോട്ടു, ഞങ്ങൾ നിന്നോടൊപ്പം വരാം. ഞാൻ വരുന്നുണ്ടേ. വരൂ. അമ്മയെന്ന് പറഞ്ഞാണ് അവൻ ആ രത്നം എന്റെ അടുത്തൊന്ന് വാങ്ങിച്ചത്. പിടിക്കാം.
നിൽക്കുന്നു ഡെസ്ട്രോയർ. പൊളിച്ചെടുത്തല്ല, അവനെ പിടിക്കണം. ചേട്ടാ, അവര് സ്റ്റെപ്പിൽ കൂടെ ടെറസിലേക്കാണ് പോകുന്നത്. എന്റെ അമ്മോ, പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അകത്തേക്ക് കേറ്. നമുക്ക് ലിഫ്റ്റിൽ പോകാം. ബോസ്, അങ്ങയുടെ സ്പെഷ്യൽ പ്ലെയിൻ എപ്പോഴാണ് വരുന്നത്? എന്താ ഇത്ര വൈകുന്നേ? ഏയ്, ഞാൻ ആ ഡോക്ടർ ഡെസ്ട്രോയറിനെ ഒരിക്കലും വെറുതെ വിടില്ല. എവിടെയാണ് എന്റെ സ്പെഷ്യൽ പ്ലെയിൻ? ഇവിടെ ഇവിടെ ഇവിടെയാണ്. ഇവന്മാർ ഇവിടെ വന്നോ? ഓടിക്കോ. അവിടെ നിൽക്കേ. ബോസ്, നമുക്ക് കേറാം. പെട്ടെന്ന് കേറ് ബോസ്. സ്റ്റോപ്പ് ഡോക്ടർ ഡെസ്ട്രോയർ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ബൈ. മോട്ടു, അതെ, നിനക്ക് എത്ര ദൂരം ഇങ്ങനെ ഓടാൻ പറ്റും? ഒരു കാര്യം കേൾക്കണോ? ആ മെസ്സേജ് ഞാൻ ഡീകോഡ് ചെയ്തു. ഒരു മിനിറ്റ് പത്ലു, അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. എവിടെ നോക്കിയാ വെടിവെക്കുന്ന ചിങ്കം സാർ? ചമ്മന്തിയാക്കി കഴിഞ്ഞല്ലോ. സോറി, റിയലി സോറി. ഇതുവരെ സംഭവിച്ചതെല്ലാം മറന്നേക്കേ. എന്നിട്ട് സ്വന്തം നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം ഉണർത്താൻ നോക്ക്. അല്ലെങ്കിൽ ആ സ്ലീപ്പിംഗ് വോൾക്കനോ വാലിയില് നിങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. അതായത് വാലി ഓഫ് ട്വിസ്റ്റേഴ്സ്. ഞാൻ ചെക്ക് ചെയ്തതാ. വാലി ഓഫ് ട്വിസ്റ്റേഴ്സില് ഒരു സ്ലീപ്പിംഗ് വോൾക്കനോ ഉണ്ട്. അത് ഒരുപാട് കാലങ്ങളായി ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ഞാൻ കേട്ടത് ഈ ഇടയ്ക്കായിട്ട് അതിൽ നിന്നും പുക വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നതാണ് തോന്നുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്താന്ന് പോയി നോക്കിയിട്ട് വരാം. വരൂ, വേഗം പോകാം. വേഗം പോവാം. അതാണ് സ്ലീപ്പിംഗ് വോൾക്കാനോ. അത് പല വർഷമായി മയക്കത്തിലാണ്. പക്ഷെ ചില സമയത്ത് അതിൽ നിന്നും പുക വരാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. അല്ല, ട്രെയിൻ ഉപയോഗിച്ച് അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് ശരി തന്നെ. എന്നാൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അതിന്റെ അടുത്തേക്ക് പോകാമല്ലോ. ഇവിടെ പെട്ടെന്നാണ് ട്വിസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. ഈ പരിസരത്തേക്ക് ഏതെങ്കിലും പ്ലെയിൻ വന്നാൽ അത് ക്രാഷ് ആയി പോകും. അതുകൊണ്ടാണ് ഇവിടേക്ക് വരാൻ ടോയ് ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നോക്ക്, ആ കാർ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. വേണ്ട, അവിടേക്ക് പോകണ്ട. അപകടമാണ്. ആപത്തുണ്ടെങ്കിൽ അവര് പോകില്ലല്ലോ. വരൂ ഫ്രണ്ട്സ്, നമുക്കും പോകാം. നമുക്ക് പോകാം. വണ്ടി എടുക്ക് ഡ്രൈവർ, വേഗം വണ്ടി എടുക്ക്. ഇനി എന്താ ചെയ്യുക? ഇവരങ്ങ് പോയി പെടാതെ നിന്നാ മതിയായിരുന്നു. ബോസ്, കുറച്ച് ടൂറിസ്റ്റുകാർ നമ്മുടെ പുറകെ വരുന്നുണ്ട്. വരട്ടെ. ഇനിയിപ്പോ പോലീസ് പുറകെ വന്നാൽ ഈ ടൂറിസ്റ്റ് നമ്മൾക്ക് ഗുണം ചെയ്യും. ഹലോ സർ, ഈ ട്രെയിൻ മേലേക്കാണോ പോകുന്നത്? ഞങ്ങളും ഇതിൽ വന്നോട്ടെ? Yes, you are most welcome to join us at your own risk. ഇത് ഡോക്ടർ ഡെസ്ട്രോയറിന്റെ കാറല്ലേ? അല്ല, ഇവന്മാർ ഇവിടെ വന്നാ വരട്ടെ, എന്താണെന്ന് നോക്കാം. അവിടെ നിൽക്കേ. മോട്ടു, അത് നോക്ക്. അവര് ട്രെയിൻ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാണ്. അവരുടെ കൂടെ ടൂറിസ്റ്റും ഉണ്ട്. വേഗം വരൂ. ടൂറിസ്റ്റുമാർക്ക് അറിയില്ല ഡോക്ടർ ഡിസ്ട്രോയിഡ് ഒരു വില്ലനാണെന്നുള്ള കാര്യം. വരൂ. പൊളിച്ചെടുത്തല്ല, വന്നേ പോവാം. നിക്കേ. ഡോക്ടർ ജട്ക, വേഗം വരൂ. On the floor, baby. Hit it hard, baby. Rock the body, baby. On the floor, baby. ബോസ്,
ബോസ്, അവന്മാര് ട്രെയിനിന്റെ മുകളിൽ കൂടെ നടന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചെല്ല്, അവന്മാർക്ക് താഴേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. ഒറ്റ ഓടി വാടാ, ബോസ് പറഞ്ഞിട്ടുണ്ട്. തകർത്തു മോട്ടു. മോട്ടു, ഒന്നിന് ടൂറിസ്റ്റിനെ രക്ഷപ്പെടുത്ത്, അല്ലെങ്കിൽ എന്റെ പുറകെ വാ. 2 വഴിയേ ഉള്ളൂ. ബൈ. Watch India's largest kids library only on Jio Hotstar. Download the app now.